VM സൂപ്പർ വാല്യൂ ഒരുക്കിയ ഫെസ്റ്റിവൽ സ്കീമിന്റെ ആദ്യ നറുക്കെടുപ്പ് ഏപ്രിൽ 20-ന് സൂപ്പർ വാല്യൂവിൽ വെച്ച് നടത്തുന്നു. കൂടാതെ 1000 രൂപയടച്ച ഇപ്പോൾ ചേരുന്നവർക്കും നറുക്കെടുപ്പിൽ പങ്കെടുക്കാൻ അവസരം. VM സൂപ്പർ വാല്യൂ ചേലക്കര. നമസ്കാരം. ഇതുവരെയുള്ള വാർത്തകൾ ചുരുക്കത്തിലറിയാം. സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. അധികൃതരുടെ അനാസ്ഥയിൽ തകർന്ന തൊഴുപ്പാടം മായന്നൂർ റോഡ് ദിനംപ്രതി ശോചനീയമായി റോഡിന്റെ അവസ്ഥ. പൊതുവെ വീതി കുറഞ്ഞ ഗ്രാമീണ റോഡായതിനാലും വശത്ത് കനാലായതിനാലും അപകട സാധ്യതയുമേറെ. ചേലക്കര അന്തിമഹാകാളൻകാവിൽ കലവറ നിറയ്ക്കൽ ചടങ്ങ് നടന്നു. ക്ഷേത്രം മേൽശാന്തി രവി നമ്പൂതിരി ആദ്യ സമർപ്പണം നടത്തി. 11ാമത് പ്രതിഷ്ഠാ ദിനം ഏപ്രിൽ 20 തിങ്കളാഴ്ച. ഡിസ്ട്രിക്ട് വെക്ടർ കൺട്രോൾ യൂണിറ്റ് തൃശൂരിന്റെ നേതൃത്വത്തിൽ ചേലക്കരയിൽ അതിഥി തൊഴിലാളികൾക്കായി സ്ക്രീനിംഗ് ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പ് നടത്തിയത് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സഹകരണത്തോടെ. നിരവധി പേർ ക്യാമ്പിൽ പങ്കെടുത്തു. ചെറുതുരുത്തി പാങ്ങാവ് ശിവക്ഷേത്രത്തിൽ മാതൃസമിതി രൂപീകരണം നടന്നു. ക്ഷേത്രം ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ രാമു ചാത്തനാത്ത് അധ്യക്ഷനായി. കുട്ടികൾക്കായി വിവിധ പഠന ക്ലാസുകൾ നടത്തുവാൻ യോഗത്തിൽ തീരുമാനം. ദേശമംഗലത്ത് മധ്യവയസ്കനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് ദേശമംഗലം പള്ളം കനാൽ റോഡ് പരിസരത്ത് താമസിക്കുന്ന വെളുക്കത്തറ കോളൂർക്കാവ് വീട്ടിൽ 54 വയസ്സുള്ള പ്രകാശ് ബാബു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാലേ മരണകാരണം വ്യക്തമാകൂ എന്ന് പോലീസ്. ദേശമംഗലത്ത് ആട്ടിൻകുട്ടിയെ രക്ഷിക്കാനിറങ്ങിയ മധ്യവയസ്കൻ കിണറ്റിലകപ്പെട്ടു. രക്ഷകരായി ഫയർഫോഴ്സ്. ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും നിലവിലെ വാർഡ് മെമ്പറുമായ മഞ്ജുളയുടെ ആറങ്ങോട്ടുകരയിലുള്ള വീട്ടിലെ 30 അടി താഴ്ചയുള്ള കിണറ്റിലാണ് ആട്ടിൻകുട്ടി വീണത്. ആട്ടിൻകുട്ടിയെ രക്ഷിക്കാനായി വീട്ടിൽ പണിക്ക് വരുന്ന 47-കാരനായ മുരളി കിണറ്റിലിറങ്ങുകയും ആഴമേറിയതിനാൽ ഓക്സിജന്റെ കുറവ് മൂലം ബോധരഹിതനാവുകയുമായിരുന്നു. സ്ഥലത്തെത്തിയ ഷൊർണൂർ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ മുരളിയെ കരയ്ക്കു കയറ്റി. പഴയന്നൂർ നീർണമുക്ക് സ്വർണക്കാവ് ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം വർണ്ണാഭമായി. താലപ്പൊലി ആഘോഷം നടന്നത് നീർണമുക്ക് പടിഞ്ഞാറേക്കര ദേശങ്ങളുടെ നേതൃത്വത്തിൽ. നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുത്തു. തിരുവല്ലുവമല കൊച്ചുപറക്കോട്ടുകാവിൽ പ്രതിഷ്ഠാ ദിനാഘോഷം നാളെ. രാവിലെ ഭദ്രകാളി സഹസ്രനാമാർച്ചന നടക്കും. വൈകിട്ട് ഭജനയുമുണ്ടായിരിക്കും. യുവതിക്ക് നേരെ ട്രെയിനിൽ ലൈംഗികാതിക്രമം. വയോധികൻ ഷൊർണൂർ റെയിൽവേ പോലീസിന്റെ പിടിയിൽ. അറസ്റ്റിലായത് കോഴിക്കോട് ചോവായൂർ കാവ് നഗറിൽ 68-കാരനായ VE ബാലകൃഷ്ണൻ. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ദേശമംഗലം യൂണിറ്റ് അനുസ്മരണ യോഗം നടത്തി. യൂണിറ്റ് മുൻ പ്രസിഡന്റ് ആയിരുന്ന മാളിയേക്കൽ അബ്ദുൾ റഷീദിന്റെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടാണ് യോഗം ചേർന്നത്. തൃശൂർ ജില്ലാ പ്രവർത്തക സമിതി അംഗവും ദേശമംഗലം യൂണിറ്റ് പ്രസിഡന്റുമായ G ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രക്തത്തിന് കടുത്ത ക്ഷാമം. രക്തം ആവശ്യമുള്ള രോഗികൾ സ്വയം കണ്ടെത്തേണ്ട സ്ഥിതിയാണ്. പ്രതിസന്ധിക്ക് കാരണം രക്തം ദാനം ചെയ്യാനെത്തുന്ന സന്നദ്ധ പ്രവർത്തകരുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞത്. ഉയർന്ന താപനില. ജില്ലയിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. അന്തരീക്ഷ താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യത. മെയ് പകുതി വരെ അസാധാരണമായ ചൂട് തുടരും. ഒറ്റപ്പാലം കടമ്പൂർ മുതലപ്പാറ ഭഗവതി ക്ഷേത്രത്തിലെ പൂരം വർണ്ണാഭമായി. പൂരാവേശത്തിന് മാറ്റുകൂട്ടി ഗജവീരന്മാരും വാദ്യമേളങ്ങളുടെ അകമ്പടിയും. സമാപനമായത് ഏപ്രിൽ 11-ന് കൊടിയേറിയ ഉത്സവാഘോഷങ്ങൾക്ക്. കൂറ്റനാട് പട്ടിശ്ശേരി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ നാരായണീയ സപ്താഹ യജ്ഞത്തിന് സമാപനം. സമാപന ദിവസം കഥകളിയും അരങ്ങേറി. ഭക്തജനങ്ങൾക്ക് സപ്താഹ മണ്ഡപത്തിൽ വെച്ച പ്രസാദം നൽകിയതോടുകൂടി 7 ദിവസത്തെ സപ്താഹത്തിന് പരിസമാപ്തിയായി. സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. VM സൂപ്പർ വാല്യൂ ഒരുക്കിയ ഫെസ്റ്റിവൽ സ്കീമിന്റെ ആദ്യ നറുക്കെടുപ്പ് ഏപ്രിൽ 20-ന് സൂപ്പർ വാല്യൂവിൽ വെച്ച് നടത്തുന്നു. സ്കീമിൽ ചേർന്ന ഇതുവരെ മുടക്കമില്ലാതെ തവണകൾ അടച്ചവർ ഈ നറുക്കെടുപ്പിൽ അർഹരായിരിക്കും. ഇനിയും മുടക്കമുള്ളവർ ഏപ്രിൽ 20-ന് മുൻപ് തന്നെ തവണകൾ അടച്ചു തീർത്ത് നറുക്കെടുപ്പിൽ പങ്കെടുക്കാൻ അവസരം നേടൂ. നറുക്കെടുപ്പിൽ വിജയികളായവർക്ക് 1ാം സമ്മാനമായി വാഷിംഗ് മെഷീൻ, 2ാം സമ്മാനമായി TV തുടങ്ങി 10ഓളം സമ്മാനങ്ങളും. കൂടാതെ 1000 രൂപയടച്ച ഇപ്പോൾ ചേരുന്നവർക്കും നറുക്കെടുപ്പിൽ പങ്കെടുക്കാൻ അവസരം. ഫെസ്റ്റിവൽ ഓഫറിലേക്ക് ഏവരെയും VM സൂപ്പർ വാല്യൂ സ്വാഗതം ചെയ്യുന്നു. VM സൂപ്പർ വാല്യൂ ചേലക്കര. ഫോൺ 9447670162.